ഹലോ ഗൈസ്, അപ്പം നമ്മുടെ 5th ഡേ ഓഫ് തായ്ലാൻഡ് ജേണിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ആവുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. സോ അപ്പം നമ്മൾ ഫുൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ ജേർണി. അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയേക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഫാരി വേൾഡിലോട്ടാണ് എത്തിയേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ തായ്ലൻഡിലെ ഒരു ലാസ്റ്റ് സ്പോട്ടാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ഇനി എയർപോർട്ടിലോട്ടൊക്കെ പോവുകയാണ്. അപ്പം ഈ സഫാരി വേൾഡിനെ പറ്റി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 200 ഏക്കറിൽ വരുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അപ്പം ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആദ്യം വന്നേക്കുന്നത് മങ്കി ഷോ കാണാനായിട്ടാണ്. ഇതിനെപ്പറ്റി പറയാൻ സത്യത്തിൽ എനിക്ക് വാക്കുകളില്ല. ഇതൊക്കെ ഒന്ന് വൺ ഡേ വന്ന് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാ ഈ കുരങ്ങന്മാർ കാണിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും ഇങ്ങനെ ഷോക്ക്ഡ് ആയിട്ട് നിന്ന് പോകും. ഇവരെ ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആനിമൽസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ് നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ആനിമൽസ് ഒക്കെ ഉള്ളിടത്ത് അതിൻ്റെതായ ഓരോ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ കങ്കാരു എല്ലാം ഉണ്ട്. കുറേ ബേർഡ്സ്, ഇവിടെ കൂടുതലും ബേർഡ്സ് ആണുള്ളത്. ഞാൻ ശരിക്കും ഷോക്കായപ്പോൾ ഇത്രയും ബേർഡ്സ് ഇവിടെ എവിടെ ഇരിക്കുന്നു എന്ന് ഓർത്തിട്ട്. പിന്നെ ക്യാമൽസ്, അങ്ങനെ എല്ലാം നമ്മൾ ഏകദേശം നമ്മുടെ ടൈഗർ, ലയൺ എല്ലാം, പിന്നെ കുറെ നല്ല ഭംഗിയുള്ള ഫിഷ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഷോയ്ക്ക് കയറിയതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ഷോ എന്ന് പറയാം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇത് ഫുൾ ഇങ്ങനെ സ്റ്റണ്ടും കാര്യങ്ങളും അതും ഇതും. ഞാനപ്പോൾ അസ്ലമായിട്ട് നല്ല വഴക്കുണ്ടാക്കുമായിരുന്നു ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടും നന്നായി ഫ്രണ്ടിലിരിക്കാനത്. കാരണം ഈ സ്പീഡ് ബോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഭാഗത്തിരുന്ന് ഒരു ഫുള്ള് നനഞ്ഞു കുളിച്ച്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ഇരിക്കാൻ എന്തുകൊണ്ടും നന്നായിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. എനിക്ക് ലഞ്ച് കഴിക്കുന്ന ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഡോൾഫിൻ ഷോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ സത്യത്തിൽ ഇത് ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഷോയാണ്. ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ കുറേ റെഫർ ചെയ്യുമല്ലോ. അപ്പം ഞാൻ ചെയ്തപ്പോഴും ഇങ്ങനെ കുറേ കണ്ടതാണ് ഈ ഡോൾഫിൻ്റെ ഷോ. അപ്പം അതൊക്കെ അങ്ങനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും കുറേ ഷോ, ഒരു 2-3 ഷോ എന്തോ ഉണ്ടായിരുന്നു. നമ്മളെല്ലാത്തിനും കയറിയില്ല, ബിക്കോസ് നമുക്ക് നല്ല ബോറിംഗ് ആയി തുടങ്ങി. പിന്നെ നമ്മൾ കുറേ ആനിമൽസിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് നമ്മുടെ ബസ്സിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെ സീബ്ര, കുറേ അധികം ആനിമൽസിനെ കാണാൻ. ഞാൻ പറഞ്ഞ പിന്നെ ബേർഡ്സ്, ഇവിടെ കൂടുതലും ബേർഡ്സ് ഉള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നമുക്ക്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇതുങ്ങളൊന്നും കൂട്ടിലൊന്നും അല്ല ഇട്ടേക്കുന്നത്. ഇങ്ങനെ പബ്ലിക് ലൈക്ക് ആ ഒരു ഏരിയയിൽ ഇതുങ്ങളൊക്കെ അങ്ങ് അതുങ്ങളുടെ ഫ്രീഡത്തിൽ ജീവിക്കും. അപ്പം നമ്മളിങ്ങനെ ബസ്സിൽ അതുങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിച്ച് ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഭയങ്കര ഒരു സങ്കടമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. നമ്മളപ്പോൾ അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് തായ്ലൻഡിൽ നിന്ന് പാക്കപ്പ് ആയി.